ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥകളിൽ ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പാടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ഈ കർത്താവിൻ്റെ സ്തുതികളെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ജീവനുള്ള ദൈവത്തെ പാടുവാൻ അവൻ നമുക്ക് നൽകിയ കൃപകളെ ഓർത്ത് ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. ഇന്ന് നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ഈ കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് ആരുടെയും പ്രേരണ ആവശ്യമില്ല, ആരുടെയും നിർബന്ധം നമ്മൾക്ക് ആവശ്യമില്ല. കാരണം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ കർത്താവിനെ ഉയർത്താൻ 1000 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ കാരണങ്ങളെ ഓർക്കുന്ന, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്ന നമ്മൾ ചേർന്നൊരു ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുക. ഒരുപക്ഷെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ജയത്തിന് പിന്നിൽ, അവന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ, അവന്റെ മാന്യതയ്ക്ക് പിന്നിൽ ഈ ലോകം ചോദിക്കുന്ന 1000 ചോദ്യങ്ങൾക്ക് അവന് കൊടുക്കുവാൻ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, യേശു. അവന്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. ആ നാമത്തെ ഉയർത്തിയവരാരും ഇന്നേവരെ ലജ്ജിതരായി പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചേർന്ന് ആ കർത്താവിൻ്റെ നാമത്തെ ചേർന്ന് ഉയർത്താൻ പോകുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം ചേർന്ന് പാടി കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷത്തെ നമുക്കൊന്ന് അനുഭവിക്കാം. ഹല്ലേലൂയ. ഓ ഓ ഓ കരങ്ങളെ തട്ടി Let us praise God. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം, പാലകരേശുവെ മറന്നിരിക്കും, തൻ കൃപ ഒന്നായി ഘോഷിച്ചിടാം. പാലകരേശുവെ മറന്നിരിക്കും, തൻ ദയയൊന്നായി. അതുകൊണ്ട് ചേർന്ന് വാഴ്ത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. ഓ അവന്റെ നാമം ഉയർത്തിയിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയ നൊടിയിൽ ജയം, നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം. Let us lift his name up. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഓ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക.
കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ അവന്റെ കരുതലോർത്ത് ചേർന്ന് വാഴ്ത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. ഹല്ലേലൂയ, വാഴ്ത്തിയിടുക. യേശുവേ, അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴുതില്ലാതെ, കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴുതില്ലാതെ, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ ചേർന്ന് പാടാമോ? വാഴ്ത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും അവൻ നമ്മെ പാലിപ്പതോർത്താൽ എങ്ങനെ നാം, പാലകനേശുവെ മറന്നിരിക്കോ, തന്റെയൊന്നായി ഘോഷിച്ചിടാം. പാലകനേശുവെ മറന്നിരിക്കോ, തന്റെയൊന്നായി. One more time, വാഴ്ത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തി. One last time, come on. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക, അവന്റെ നാമം ഉയർത്തി. One more time. അവന്റെ നാമം ഉയർത്തിയിടുക. Hallelujah. കരങ്ങളെ അടിച്ച് hallelujah. Praise the Lord. We thank you, God, for your presence. ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി മറുപടികൾ പറയാനില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിന് ഏക മറുപടി മറ്റാരുമല്ല, യേശു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ കാരണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ കാരണം, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അത് ഈ ലോകത്തിലെ മനുഷ്യരിലല്ല, ഞങ്ങളുടെ രക്തബന്ധങ്ങളിലല്ല, എന്നാൽ അതിനെല്ലാം ഉപരി ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഞങ്ങൾ ആശ്രയിക്കുന്ന യേശു, ഞങ്ങളെ വിളിച്ച ആ ദൈവം, അവൻ വിശ്വസ്തൻ. അവൻ ഞങ്ങളെ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. കാരണം ഒരിക്കൽ ആർക്കും വേണ്ടാതെ ജീവിതത്തിന്റെ കൈപ്പേറിയ ഇരുളടഞ്ഞ അറകളിൽ ഞങ്ങൾ ഏകരായിരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവിടെ ഞാൻ പോലും ക്ഷണിക്കാതെ ഒരിക്കൽ ആ ഇരുളടഞ്ഞ മുറിയിലേക്ക് വെളിച്ചമായി ഉദിച്ച ഒരു യേശുവുണ്ട്. ആ യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പ്. അവൻ എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഉറപ്പ് എന്നിലുള്ളത് കൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് രാത്രിയിൽ ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ലോകമെല്ലാം നിങ്ങളെ കൈവെടിഞ്ഞാലും, നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവർ, നിങ്ങളെ കൈപിടിച്ചുയർത്താമെന്ന് പറഞ്ഞവർ വാക്കുമാറിയാലും യേശു വാക്കുമാറത്തില്ല. ലോകരെല്ലാം കൈവെടിഞ്ഞാലും
ശോകഭാരം ഏറിയാലും യേശു രക്ഷകൻ താങ്ങും താണലുമാ അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേ ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാം ആയവനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ഒരിക്കൽ കൂടി ആ ദൈവത്തെ ഒന്ന് ഉയർത്താമോ? He's fairest of 10,000 to my soul. അവൻ പതിനായിരങ്ങളിൽ സുന്ദരൻ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. Lord, we worship you. Hallelujah. Hallelujah. Thank you, Jesus. കഴിഞ്ഞ ചില നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ നല്ല കർത്താവിനെ പല സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, പല ഭവനങ്ങളിലിരുന്നു കൊണ്ട് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന, നിങ്ങളുടെ ആരാധനയെ കേൾക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നല്ല കർത്താവിനെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഇന്ന് ഈ സമയം ഞങ്ങളെ കേൾക്കുന്ന എത്ര പേർക്ക് ഹൃദയം തുറന്ന് പറയാൻ കഴിയും? ഞങ്ങളുടെ എല്ലാ സമയത്തും ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ പോറ്റുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ആ നല്ല കർത്താവിനെ സ്നേഹത്തോടെ യേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. യേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. പടമുക യേശുനാഥനേ, യേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ആ ഉറപ്പുള്ളവർ ചേർന്ന് ഗാനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം.
എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയാൽ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയാൽ നീറും നേരം, കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ദാരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ദാരുമില്ല. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും, മാറ്റമില്ലാത്തതാ മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. മാറ്റമില്ലാത്തതാ മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. നിൻമുഖം നേരിൽ ഇന്നു ഞാൻ കാണും, എൻ മനമാശയാൽ കാത്തിടുന്നേ. നിൻമുഖം നേരിൽ ഇന്നു ഞാൻ കാണും, എൻ മനമാശയാൽ കാത്തിടുന്നേ. നീ വരാതെൻ്റെ കണ്ണുനീരെല്ലാം പൂർണ്ണമായി മാറും നിശ്ചയമാ. നീ വരാതെൻ്റെ കണ്ണുനീരെല്ലാം പൂർണ്ണമായി മാറും നിശ്ചയമാ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതി. പടമാരും സഹായം, ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയാൽ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയാൽ നീറും നേരം, കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ദാരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ
എന്നേശുനാഥനേ, എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ. ഉറ്റവർ സ്നേഹം, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും, മാറ്റമില്ലാത്തതാ മിത്രം നീ മാത്രം, മറ്റാരുമില്ല. ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നവർക്ക് ഉചിതമല്ലോ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കി ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയായിരുന്നു. ഒരു നിമിഷം യേശുവിനോട് പറ, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. നീ എന്നെ കരുതുന്നതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോഴും എന്നെ മാറ്റി നിർത്തിയപ്പോഴും നീ എന്നെ ചേർത്ത് നിർത്തിയതിനായി ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു എന്ന് ഹൃദയംഗമായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന എവിടെയായിരുന്നാലും ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ കാതുകളിൽ നേർത്ത ശബ്ദം പോലെ അവൻ നമ്മോട് സംസാരിക്കുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ നമ്മെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു, അവൻ നമ്മെ താങ്ങി നടത്തുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഈ പാട്ടിൻ്റെ വരികൾ ഒന്ന് ഇതിനോട് കൂടെ ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് ഈ ഗാനത്തിന്റെ വരികൾ പാടി കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Jesus, worship you, Lord. Hallelujah. Hallelujah. Jesus. Hallelujah. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ
വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുன்பമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുன்பമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. ദൈവത്തിന്റെ വചന പ്രകാരം പറയുന്നു, അവർ ഒരു കെണി ഒരുക്കി, അവർ ഒരു കുഴി കുഴിച്ചു, അവർ തന്നെ അതിൽ വീഴുവാനിടയായിത്തീർന്നു. നിരവധി സമയങ്ങളിൽ നമുക്കെതിരായി കെണി ഒരുക്കി നമ്മെ വീഴ്ത്തുവാൻ പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ ആ കെണികളെ, ആ കുടുക്കുകളെ എല്ലാം പൊട്ടിച്ച് നമ്മെ അവന്റെ ഹൃത്തിൽ വഹിച്ച ദൈവസ്നേഹം ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും രാത്രിയിൽ മതിയാകത്തില്ല. അവന്റെ സാന്നിധ്യം, അവന്റെ കൃപ, അവന്റെ സ്നേഹം ഓർക്കുമ്പോൾ എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത ദൈവസ്നേഹം ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവന്റെ സാന്നിധ്യം ഒഴുകിയെത്തുകയാണ്. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നും കൂടെ പാടാമോ? ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുന്തമായൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുന്തമായൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. ഇന്നേക്ക് ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് മൊത്തം സെൻസേഷൻ നഷ്ടപ്പെട്ട് എനിക്ക് പാടുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ കഴിയാതെ വണ്ണം ചില ദിവസങ്ങൾ ഞാൻ ആയിത്തീർന്നു. എന്നാൽ ആ പ്രതിസന്ധി ഉണ്ടായതിൻ്റെ ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ദൈവം എന്നെ സൗഖ്യമാക്കുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, ഞങ്ങൾ കർത്തദാസന്മാർ ഇവിടെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയപ്പോൾ ആ നാമം വിടുവിക്കുന്ന നാമമാണ്, ആ നാമം സൗഖ്യമാക്കുന്ന നാമമാണ്, ആ നാമം മുറിവുകളെ കെട്ടുന്ന നാമമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സുരക്ഷിതത്വ ബോധമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, ആമേ നമുക്ക് വേണ്ടി കരുതുന്ന
യേശു ഇന്ന് രാത്രി നിങ്ങളുടെ റൂമിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ സാധിക്കുമോ? ആ സ്നേഹം നിങ്ങളെ വിടുവിക്കുന്ന ആ സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് വേണ്ടി കരുതുന്ന സ്നേഹമാണ്. ആ സ്നേഹം നമ്മെ നടത്തുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്ക, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്ക, മന്നവ വർണ്ണിക്കാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിക്കാൻ എഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്ക, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്ക, മന്നവ വർണ്ണിക്കാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിക്കാൻ എഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമെന്നേ എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വലിയവനായിരിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. കഴിയുമെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ബൈബിൾ പ്രകാരം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ഈ സമയം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇന്ന് പകലിലും കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. നമ്മുടെ അമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി, നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി യേശു കർത്താവ് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ഏതവസ്ഥകളുടെ നടുവിലും ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നമ്മളെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ബൈബിളിൽ പ്രകാരം പറയുന്നു, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുന്ന ദൈവമല്ല. ഈ സമയം കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പാട്ടുകാരൻ ഇപ്രകാരം ചോദിക്കുന്നു, അപ്പ ഇത്രയധികം എന്നെ സ്നേഹിപ്പാൻ, ഇത്രയധികം എന്നെ മാനിപ്പാൻ കർത്താവ് എന്ത് യോഗ്യത എനിക്കുള്ളത്? ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം ദൈവത്തോടൊന്ന് ചോദിച്ചാട്ടെ, കർത്താവേ, ഇത്രയധികം എന്നെ മാനിപ്പാൻ എനിക്ക് എന്ത് യോഗ്യതയാവുള്ളേ? ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാം. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു. എന്നെ അൻപോട് സ്നേഹിപ്പാൻ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ്
എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? എന്നെ അൻപോട് സ്നേഹിപ്പാൻ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ, ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തുയരേ തുയരേ തുയാവിയേ, തുയരേ തുയാവിയേ, തുയരേ തുയരേ തുയാവിയേ, തുയരേ തുയാവിയേ. ബൈബിൾ പ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയത്തില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തുമില്ല. ഈ സമയം എത്ര പേർക്ക് എൻ്റെ കൂടെ ചേർന്ന് പറയുവാൻ കഴിയും, എൻ്റെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, എൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും എൻ്റെ യേശു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസന, അവൻ എൻ്റെ ഉപനിധി, അന്ത്യത്തോളം അവൻ എന്നെ കാക്കുവാൻ ശക്തനാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസന, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഈ സമയം ആ വിശ്വാസമുള്ള ദൈവമക്കൾ മാത്രം എൻ്റെ കൂടി ഈ വരികളൊന്ന് ചേർന്ന് പാടാമോ? എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങെൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ, എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങെൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. ചെന്ന് പാടാമോ? മാർവിൽ ശാരിടാം, ഓ മാർവിൽ ശാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ, മാർവിൽ ശാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണ്. ഹോസാന 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 ഹോസാന. യേശുവേ
ഓ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണ്, യേശുവേ ഓ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിയിടും ഉന്നതനാമുടയവനേ, ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിയിടും ഉന്നതനാമുടയവനേ. സംഘത്തിന്റെ കാരണപ്രകാരം പറയുന്നു, യഹോവേ നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെ നിന്റെ കരം എന്നെ താങ്ങും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. നീയല്ലോ യഹോവേ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ അങ്ങനെ കണ്ടു. എങ്കിൽ ഇന്ന് ഈ സമയം ഒരിക്കൽ കൂടെ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പാടാമോ? കർത്താവ് ഇത്രയധികം എന്നെ സ്നേഹിപ്പാൻ, ഇത്രയധികം എന്നെ മാനിപ്പാൻ കർത്താവിന് എന്നിൽ എന്ത് യോഗ്യതയാ അങ്ങ് കണ്ടത്? ഒരു നിമിഷം കൂടെ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? വറ്റാത്ത ഉറവേ, വറ്റാത്ത ഉറവേ, തേനിലും മധുരമേ, വറ്റാത്ത ഉറവേ, തേനിലും മധുര. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പീഡിച്ചു. എന്നെ അൻപോട് അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പീഡിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ, ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ചെന്നമാണ് യേശുവേ, ഓ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിർ
Hallelujah, praise the Lord. ഇപ്പോൾ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവർ, ഈ നിമിഷം നിങ്ങൾ ഈ വർഷിപ്പ് കാണുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾ എവിടെയുമായിരിക്കാം, നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കാം, നിങ്ങൾ കാറിലായിരിക്കാം, എവിടെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ സമയം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തുതിച്ചാട്ടെ. Hallelujah, what a mighty presence, what a mighty presence. ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഞങ്ങളിപ്പോൾ വർഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. It is filled with the Holy Spirit. Hallelujah, what a mighty presence, what a wonderful presence. Hallelujah. നിങ്ങളിപ്പോൾ ഈ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈ സന്തോഷം ഇപ്പോൾ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ, ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാ ഡിസോർഡർനെസ്സും ഓർഡർ ആകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ലൈവ് കണ്ട് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഇട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷിപ്പ് കഴിയുമ്പോൾ ദൈവം അതിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ഇടുക. ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അനേക അത്ഭുതങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റിന്റെ മേലിൽ പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു യേശു ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിഷമിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട്. എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം, ദൈവം നമ്മളെ നടത്തിയ വഴികൾ നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ പലപ്പോഴും മറക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ വഴികൾ നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ. നിങ്ങൾക്ക് സന്തോഷിക്കാൻ മറ്റൊന്നും നോക്കണ്ട, ഒരു സാക്ഷ്യങ്ങളും കേൾക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഹല്ലേലൂയ. താഴ്ചയിൽ ഇന്ന് നമ്മളെ ഉയർത്തിയൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. ഒരു പാട്ട് പാടി സന്തോഷത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവാത്മാവേ, ദൈവാത്മാവേ, യേശു
ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. കർത്തനാം യഹോവയേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. ദൈവാത്മാവേ, ദൈവാത്മാവേ, യേശുവേ, ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 യേശുവേ, ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളും. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം. ഈ സന്തോഷം ചേർന്ന് പാടാമോ? ദൈവാത്മാവേ, ദൈവാത്മാവേ, യേശുവേ, ദൈവാത്മാവേ. Oh yes Lord, we worship you Lord. ദൈവാത്മാവേ, യേശുവേ, ദൈവാത്മാവേ, ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ ദൈവാത്മാവേ, ദൈവാത്മാവേ, യേശുവേ. Oh yes Lord, we worship you Father. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, ദൈവാത്മാവേ, yes Lord. Oh, we thank you Jesus Lord. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് പാടാമോ? ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം സകലത്തെയും നിർമ്മിച്ചവനായ ദൈവമാണ്. ആ സൃഷ്ടിതാവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം എടുത്തുപയോഗിച്ച ഈ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനായിരുന്ന
ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നാം ഒരു വസ്തുവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോക്കും, അതിൻ്റെ ഓരോ മൂവ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കും. അതിനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനോട് സംസാരിക്കും. അതിന് എന്ത് ചെയ്യണം? നാം ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ നാം ഉണ്ടാക്കിയ അതിൻ്റെ ലാംഗ്വേജ് നമ്മൾ പഠിക്കണം, അതിൻ്റെ അവസ്ഥകൾ എന്തെന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ആ വസ്തു എന്താണോ, അത് ഏതിലൂടെ കടന്നു പോകുന്നു, അത് അതിനെ പറഞ്ഞ് മനസ്സിലാകും. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ നമ്മൾ വചനത്തിൽ കാണുന്നു, ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അവൻ സൃഷ്ടിതാവായ ദൈവമാ. സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അവൻ അറിയാം. ഹല്ലേലൂയ. കാരണം അവൻ നമ്മുടെ സൃഷ്ടിതാവാ. നാം ഒരു അപകടത്തിലൂടെ, നാം ഒരു പ്രയാസത്തിലൂടെ, നാം ഒരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നത് എൻ്റെ ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നിങ്ങളെ നിർമ്മിച്ച ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും, സർവ്വത്തെയും സൃഷ്ടിച്ചവനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് സ്തുതികൾക്ക് യോഗ്യനാണ്, അങ്ങ് പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. സർവ്വസ്തുതിക്കും സർവ്വ ബഹുമാനത്തിനും സർവ്വത്തിനും യോഗ്യനായ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അതുകൊണ്ട് എത്ര പേർ ഇന്ന് രാത്രികാലം എൻ്റെ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? ഓ ജീസസ്, വി വർഷിപ്പ് യു. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ, ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഇന്ന് പകൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പാടാമോ? ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ചേർന്ന് പാടിയാട്ടെ. ആരാധ്യനേ, ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യൻ, സ്തുതിക്കു യോഗ്യനേ, സർവസ്തുതികൾക്കും സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവത്തെയും നിർമ്മിച്ചോനെ, സർവത്തെയും നിർമ്മിച്ചോനേ, സർവത്തിൻ നായകനേ, ഇരുന്നോനും ഇരുന്നോനും ഇരിക്കുന്നോനും വരുന്നവനും നീയേ. ചേർന്നൊന്ന് പാടാമോ? സർവത്തെയും നിർമ്മിച്ചവനെ, സർവത്തെയും നിർമ്മിച്ചോനേ, സർവത്തിൻ നായകനേ, ഇരുന്നോനും ഇരിക്കുന്നോനും ഇരുന്നോനും ഇരിക്കുന്ന
സർവസ്തുതികൾക്ക് യോഗ്യൻ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ. ഇന്ന് പകൽ സർവസ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ, ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാമോ? സർവസ്തുതികൾക്കും യോഗ്യൻ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായ ആ സ്നേഹത്തെ ഒന്ന് നോക്കിക്കേ. തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന് തന്റെ സ്വന്തത്തെ രക്തമൂറ്റി തന്ന് എന്നെ നിങ്ങളെ വീണ്ടെടുത്തത് നമ്മളെ മറന്ന് കളയുവാനല്ല. ഇന്ന് പകൽ, ഇന്ന് രാത്രികാലം എന്നെ ശ്രമിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിന്നെ മറന്ന് കളയുന്ന ഒരു ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. നിന്റെ കൂടെ നടന്ന് നിന്റെ വിഷയത്തിനു വേണ്ടി, നിന്റെ പ്രയാസത്തിനു വേണ്ടി, നിന്റെ ഭാരത്തിനു വേണ്ടി, നിന്റെ രോഗത്തിനു വേണ്ടി പരിഹാരം തരുവാൻ സർവശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് പകൽ സർവശക്തിയുള്ള ദൈവത്തെ, സർവവ്യാപിയായ ദൈവത്തെ എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? ഓ എൻ പേർക്കായി നീ ക്രൂശിതനായി, സ്നേഹവാനാം യേശുവേ. എൻ പേർ ചൊല്ലി, എൻ പേർ ചൊല്ലി വീണ്ടെടുത്തു നിൻ മകനാക്കിയതാ. ചേർന്ന് പാടാമോ? എൻ പേർക്കായി നീ, എൻ പേർക്കായി നീ ക്രൂശിതനാ, സ്നേഹവാനാ യേശുവേ. എൻ പേർ ചൊല്ലി, എൻ പേർ ചൊല്ലി വീണ്ടെടുത്തു നിൻ മകനാക്കിയതാ. സർവസ്തുതികൾക്ക് യോഗ്യൻ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്ക് യോഗ്യൻ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ഇന്ന് രാത്രി ദൂതന്മാർ വാഴ്ത്തുന്ന ദൈവത്തെ ഒന്ന് പാടാമോ? സർവസ്തുതികൾക്കും, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴിട്ട് വാഴ്ത്തിയ സർവശക്തിയുള്ള ദൈവത്തെ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ, ആരാധ്യനേ, ഉന്നതനേ. സ്തുതിക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യനേ. ആരാധ്യനേ, ആരാധ്യനേ, ഉന്നതനേ. സ്തുതിക്ക് യോഗ്യനേ, സ്തുതിക്ക് യോഗ്യനേ. സർവസ്തുതികൾക്ക് യോഗ്യൻ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ചേർന്നെന്ന് പാടാമോ? സർവസ്തുതികൾക്കും യോഗ്യൻ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ചേർന്ന് ശബ്ദമുയർത്തി സർവസ്തുതികൾക്കും യോഗ്യൻ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും യോഗ്യൻ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ.
ദൂതന്മാർ വാഴ്ത്തുന്ന, മൂപ്പന്മാർ വണങ്ങുന്ന ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാൽ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ചേർന്ന് പാടാമോ? സർവസ്തുതികൾക്കും സർവസ്തുതി. ഇന്ന് രാത്രി സ്തുതിക്ക് യോഗ്യനായ, പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതായകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നെ നിർമ്മിച്ച ദൈവം നിന്നെ വഴിയിൽ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ആ ദൈവത്തെ എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി അവനെ നന്ദി കരയറ്റാൻ കഴിയും? യേശുവേ, അങ്ങേ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക്, അങ്ങ് ചെയ്ത നന്മകൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണെന്ന് എത്ര പേർക്ക് ഹൃദയം കൊണ്ട് പറയാൻ കഴിയും? Oh Jesus, we thank you, Father, for your presence. Our glory and honor to you, Lord. Thank you, Father. നിങ്ങളെ കാണുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ദൈവസാന്നിധ്യം നിറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ. ദൈവം എന്നെയും ഒരു സാക്ഷിയാക്കിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാണുന്നവരെല്ലാവരെയും ദൈവം ഈ സാന്നിധ്യത്താൽ നിറയ്ക്കട്ടെ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് കിട്ടിയ നന്മകളെക്കാൾ ഉപരി അവർക്ക് എന്ത് തന്നെ ലഭിച്ചാലും അതിലവർ തൃപ്തരല്ല. പക്ഷെ അവർക്കൊരു ശബ്ദം അവർ കേട്ടിട്ടുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. അതാണ് അവരുടെ പ്രത്യാശ എന്നത്. അതായത് ഈ ലോകത്തിൽ എന്തെല്ലാം അവർക്ക് ലഭിച്ചെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ മുഖം ഒന്ന് കാണുവാനാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. രാത്രികാലം അങ്ങനെ ആഗ്രഹമുള്ളവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രത്യാശയുടെ ഒരു പഴയ ഒരു പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. കാന്താ താമസം എന്തഹോ വന്നിടാൻ യേശു, കാന്താ താമസം എന്തഹോ. അറിയുന്നവർ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കാന്തതാമസമെന്തഹോ വന്നിടാനേശു, കാന്തതാമസമെന്തഹോ. കാന്ത നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മാനം, കാന്ത നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മാനം. വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നേ മനുവേലേ, വെന്തുരുകുന്നു കണ്ണും
മങ്ങും നേ മനുവേലേ കാന്തതാമസമെന്തവോ വന്നിടാനേശു കാന്തതാമസമെന്തവോ കാന്തതാമസമെന്തവോ വന്നിടാനേശു കാന്തതാമസം എന്തവോ വേഗത്തിൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ടെത്ര വർഷമതായിരിക്കുന്നു. മേഘങ്ങളിൽ വരുന്നെന്ന് പറഞ്ഞതോർത്തു ദാഹത്തോടെ ഇരിക്കുന്നു. ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല ആഗമനം ഞാൻ നോക്കി ആശയോടിരിക്കയാൽ ആഗമനം ഞാൻ നോക്കി ആശയോടിരിക്കയാൽ കാന്തതാമസമെന്തവോ വന്നിടാനേശു കാന്തതാമസം എന്തവോ കാന്തതാമസമെന്തവോ വന്നിടാനേശു കാന്തതാമസം എന്തവോ ദുഃഖം നീ നോക്കുന്നില്ലയോ എൻ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ തക്കം നീ നോക്കിടുന്നല്ലോ പിശാചന്മാനം വെക്കം ഹാനിപ്പനയ്യോ തൃക്കണ്ണാൽ എന്നെ നോക്കി ദുരിതങ്ങൾ ആകെ പോക്കി തൃക്കണ്ണാൽ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ കാന്തതാമസമെന്തവോ വന്നിടാനേശു കാന്തതാമസം എന്തവോ കാന്തതാമസമെന്തവോ വന്നിടാനേശു കാന്തതാമസം എന്തവോ കാന്ത നിൻ വരവിനാൽ കാത്തിരുന്നെൻ്റെ മനം കാന്ത നിൻ വരവിനാൽ കാത്തിരുന്നെൻ്റെ മനം വെന്തുരുകുന്നു കണ്ണും മങ്ങും നേ മനുവേലേ വെന്തുരുകുന്നു കണ്ണും മങ്ങും നേ മനുവേലേ കാന്തതാമസമെന്തവോ വന്നിടാനേശു കാന്തതാമസം എന്തവോ. ഹല്ലേലൂയ.
സന്തോഷമുണ്ട്. ഈ ലൈവിലൂടെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു ഗാനം ഞാൻ പാടുന്നു. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ, അങ്ങേ ദർശിപ്പാൻ എനിക്കിടയാകണേ. അടുത്ത വരി, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമാണ്. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ ഞാൻ മുഴുവനായി സമർപ്പിക്കുന്നു. എന്നെ നീ കഴുകണമേ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന എല്ലാം എൻ്റെ യേശുവിനോട് ചേരുമ്പോൾ ഉരുകി മാറും. ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ. കർത്താവിൻ്റെ സ്നേഹം അറിയുന്നതിന് മുമ്പ്, ആ കൊതിച്ച നാളുകളിൽ എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൽ എന്നെ ഒന്ന് നിറയ്ക്കണം, അങ്ങയുടെ സാന്നിധ്യത്തിൽ എന്നെ നടത്തണം, അങ്ങയുടെ ശക്തിയിൽ എന്നെ ഒന്ന് നിർത്തണം. എനിക്കറിയാം, ഈ ലൈവ് കാണുന്നവരൊക്കെ പല കൂട്ടുകാരുമുണ്ട്, പല യുവാക്കളുമുണ്ട്. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലൊരു ആഗ്രഹം അതല്ലേ, യേശുപ്പ അങ്ങയുടെ സ്നേഹം എന്നെ ഒന്ന് അറിയിക്കണം, അങ്ങയുടെ ശക്തിയിൽ എന്നെ ഒന്ന് നിർത്തണമെന്ന്. വചനം ഇങ്ങനെ പറയുന്നു, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു, എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ പറയട്ടെ, നാം വന്ന വഴികളൊക്കെ ഒന്ന് നോക്കിയാൽ തകർന്നു പോകേണ്ട അവസരങ്ങളുണ്ട്, താണു പോകേണ്ട അവസരങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് അവൻ്റെ കൃപയാണ്. ഞാൻ ഇങ്ങനെ പറയും, ഇപ്പോഴും ഞാൻ നിന്ന് പാടുവാൻ ഉള്ള കൃപ അവൻ്റെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലാണ്. ഈ പാട്ട് ഞാൻ പാടുമ്പോഴൊക്കെ നിങ്ങളെ ദൈവിക സ്നേഹത്താൽ ദൈവം നിറയ്ക്കട്ടെ, ദൈവിക ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. ഇന്ന് രാത്രികാലം അത് സംഭവിക്കട്ടെ. അവൻ്റെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് രാത്രികാലം ആയി മാറട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ മറവിൽ ഇന്ന് മറയ്ക്കണമേ കർത്താവേ. ശത്രു കൊണ്ടുവന്നിരിക്കുന്ന സകല കൊടികളും, സകല നിരാശയുടെ കൊടികളും, സകല ശൂന്യതയുടെ കൊടികളും മാറ്റി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ ആക്കി തീരുമാറാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ സംഭവിക്കുന്നതിനായി നന്ദി കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പാട്ട് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ, അങ്ങേ ദർശിപ്പാനിടയാക്കണേ എന്നേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശു യേശു ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ.
അറിയാവുന്നവർ ചേർന്ന് അവന്റെ നാമത്തെ ഒന്ന് ഉയർത്താമോ? അല്പസമയം മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ ഞാൻ അലഞ്ഞപ്പോൾ, ഒരു പക്ഷെ നീ രോഗിയായിരിക്കാം, ഭാരത്താലായിരിക്കാം. കുഞ്ഞെ, നീ സ്നേഹത്തിന്റെ കൊടിക്കീഴിലാണ്. ഹാലലൂയ. അവന്റെ സ്നേഹത്തിന്റെ മറവിലാണ് നീ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമം ഉയർത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ സ്നേഹത്താൽ നീ നിറയട്ടെ. നീ നിന്റെ കുടുംബവും ഹാലലൂയ അവന്റെ സാന്നിധ്യത്താൽ ഇന്ന് രാത്രികാലം ഹാലലൂയ നിറവ് പ്രാപിക്കട്ടെ. അങ്ങനെ സംഭവിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവേ. അല്പസമയം അവന്റെ നാമം ഒന്ന് ഉയർത്തിയാട്ടെ. യേശു, ഹാലലൂയ, ഹാലലൂയ, യേശുവേ, യേശു, യേശു, യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ. ഓ യേശു, ഹല്ലേലൂയ, യേശു, യേശു ആരിലും, യേശു ആരിലും മതിയായവൻ. ഒരിക്കൽ കൂടെ യേശുവേ അങ്ങില്ലെങ്കിൽ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും. എത്ര പേർക്ക് പാടാൻ കഴിയുന്നുണ്ട്? യേശുവേ അങ്ങിലലിയുക എന്നെ മുഴുവനായി ഒരിക്കൽ കൂടെ യേശുവേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനാ. അങ്ങനെയെങ്കിൽ അതാമ യേശു, 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 യേശുവേ, യേശു ആരിലും വലിയവൻ, യേശു, 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 യേശു ആരിലും മതിയാ.